വർഷം ചോദിച്ചൊരു ചോദ്യം, ഏറ്റവും ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കി 6⁻66, അതായത് 6⁻66 എന്ന് പറയുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം ഏതാണ്? ഈ 6⁻666 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ ഒന്നുകളുടെ സ്ഥാനം വില എത്രയാണെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം 6⁻66 എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്ന നമ്പറിനെ 66 തവണ ഗുണിക്കുന്നതാണ് 6⁻66 എന്ന് പറയുന്നത്. ഈ 6 എന്ന് പറയുന്ന നമ്പറിനെ 66 തവണ ഗുണിക്കാൻ നമ്മളുടെ എക്സാമിന്റെ സമയത്ത് നമുക്ക് സമയം കിട്ടുമോ? ഇല്ല. പക്ഷെ ഇതിനൊരു ട്രിക്ക് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ആൻസർ കിട്ടും. ആ വലിയൊരു ആൻസറിന്റെ അവസാനത്തെ അക്കം ഏതാണ് എന്നാണ് ചോദ്യം. 6⁻66 ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം വൺസിന്റെ പ്ലേസിൽ ആരാണ് എന്നാണ് ചോദ്യം. എന്റെ കുഞ്ഞു മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 6⁻66 എന്ന് പറഞ്ഞാൽ 6 × 6 36 അല്ലേ? ഈ 36നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെയും 6 കൊണ്ട് ഗുണിക്കുന്നു. അവിടെയും അവസാനത്തെ അക്കം 6 തന്നെയാണ്. 6 × 6 പിന്നെയും 6 ആണ്. അതായത് 6⁻66നെ നിങ്ങൾ എത്ര തന്നെ മൾട്ടിപ്ലൈ ചെയ്താലും, ഈവൻ 6⁻100 ചെയ്താലും ഇതിന്റെ അവസാനത്തെ അക്കത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് ആര് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് 6 എന്ന് എഴുതിയാൽ മതി. 6⁻66ന്റെ എത്ര 6⁻100 എടുത്താലും 6⁻2000 എടുത്താലും അതിന്റെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 6 തന്നെയായിരിക്കും. ഓർത്ത് വെക്കുക. സിമ്പിൾ ആയിട്ട് ഇതേപോലെ എല്ലാ ട്രിക്കുകളും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആനുവൽ എക്സാം കൂടി അടിച്ചു പൊളിക്കാനുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എന്റെ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതേ ട്രിക്കുകൾ ഉപയോഗിച്ച് എല്ലാ എക്സാംസും ഇനി അടിപൊളിയായിട്ട് എഴുതാം.